ഞാൻ ഓക്കെയാണ്, 100% ഓക്കെയാണ്. വളരെ ത്രില്ഡാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ജീവിതത്തിൽ നിന്ന് ഇറങ്ങുന്നത് വളരെ ത്രില്ലായിട്ടാണ്. ജീവിതത്തിൽ വന്ന സമയത്ത് എന്ന് പറഞ്ഞാല് ഇവിടെ വന്ന് കയറി ആദ്യത്തെ അറ്റ്മോസ്ഫിയറിൽ തന്നെ നമുക്കൊരു ഹോസ്പിറ്റൽ ആ അറ്റ്മോസ്ഫിയർ അല്ല. പിന്നെ ഇവിടുത്തെ ഓരോരുത്തരോട് ഇടപഴകുമ്പോൾ ഇവിടെ ഈ മുറ്റം ക്ലീൻ ചെയ്ത് ഞാൻ നോക്കുമ്പോൾ അതിലൊരു കല കാണാണ്ട് നമ്മളാരും നമ്മുടെ കുടുംബത്ത് വേസ്റ്റ് ഇടാൻ സമ്മതിക്കില്ലല്ലോ. പക്ഷെ ഇവിടെ ജീവനത്തിൽ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ മാനസിക വേസ്റ്റുകളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകുന്ന പറയണേ. ഓരോരുത്തരും ഓരോ ദിവസം പോകുമ്പോഴോ പുതിയ ആൾക്കാർ വരുമ്പോ പഴയ ആൾക്കാർ നിന്ന് പോകണുണ്ട്, വന്നും പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ജീവൻ എങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. ഒരു ലൈഫാണ് ഇവിടെ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഴ പോലെയാണ്. എനിക്ക് എന്റെ പൈൽസിന്റെ പ്രശ്നമാവുന്നു, ആ തടിപ്പൊക്കെ പോയി. അതന്നെ ഞെട്ടിച്ച് ശരിക്കും പറഞ്ഞാല്. വയറിന്റെ പ്രോബ്ലം ഒരു 3-4 ദിവസത്തിനുള്ളിൽ എനിക്ക് ഓക്കെയാണ്. എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഡോക്ടർ പറഞ്ഞ വാക്കുണ്ട്, ഇത് ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വന്നോളൂ പറയുമ്പോ ഫേസിലുണ്ടാവില്ല നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത്. അപ്പൊ അതെന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇവിടുത്തെ ഓരോരുത്തർ ചിരിയും ഹൃദയത്തിൽ നിന്ന് വരുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ മരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ ജീവിതകാലം കൂടെ അങ്ങനെ പോവുകയാണെങ്കിൽ കാശ് കുറെ ലാഭമുണ്ട്. സ്റ്റിറോയിഡ് എടുക്കരുത്, ഒരു കിഡ്നി ഉള്ളൂ, ഉപദ്രവിക്കരുത് പറഞ്ഞു. ഡോക്ടർ ചിരിച്ചു, പക്ഷെ അത് കണ്ട് ചെയ്യാൻ പറ്റില്ല അലോപ്പതിയില്. അതെടുത്തു. അതോടെ ഒരു 5-8 മാസത്തോളം ഞാൻ എന്റെ പഴയ ആരോഗ്യത്തേക്ക് വരാൻ വളരെ പാടുപെട്ടു. നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. ഇന്ന് എന്നോടൊപ്പം അജിത് സാർ ഉണ്ട്. അജിത് സാറ് 3 ആഴ്ചത്തെ ചികിത്സ പൂർത്തിയാക്കിയിട്ട് ജീവനത്തിൽ നിന്ന് മടങ്ങുകയാണ്. അജിത് സാർ ഇവിടെ വരുന്ന സമയത്ത് പ്രകൃതിയിൽസയെ കുറിച്ചിട്ട് അത്യാവശ്യമൊക്കെ അറിയാം. പ്രകൃതിയിൽസ ചെയ്യുന്ന ആളുകളെ, വിദഗ്ധരായിട്ടുള്ള ആളുകളായിട്ടുള്ള നല്ല അടുപ്പൊക്കെ ഉണ്ട്. പക്ഷെ സ്വന്തം ലൈഫിൽ പ്രകൃതിയിൽസ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള വലിയ പരിചയമില്ല. തത്വത്തിൽ അറിയാം എന്ന തരത്തിലാണ് ഇവിടെ എത്തുന്നത്. എന്തായാലും അജിത് സാറിന്റെ ജീവനത്തിലെ അനുഭവങ്ങൾ ഒന്നറിയണം എന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ ജീവനത്തിന് പരിചയം? ജീവിതത്തിലെ പരിചയം സ്വയം പരിചയപ്പെടുത്തു. നല്ല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് പരിചയപ്പെടണം. ഞാന് അജിത് കുമാർ, അറിയുന്നവര് അജിത് നാരങ്ങളിൽ നിന്ന് വിളിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാല് ഒരു 14 വർഷം മുന്നേ എൻ്റെ 2 ചെറിയ കിഡ്നികളിൽ ഒരെണ്ണം ഒരു 16 വയസ്സുള്ള പയ്യന് പകുത്തു കൊടുക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിനുശേഷം ഞാൻ നിലവിലുണ്ടായിരുന്ന എൻ്റെ മേഖലയിൽ നിന്ന് മാറിയിട്ട് പൂർണ്ണമായിട്ടും ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് കിഡ്നി പേഷ്യൻസ് അങ്ങനത്തെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ മേഖലയിലേക്ക് പ്രവർത്തനം മാറേണ്ടി വന്നു. മാറി ഞാനത് ആസ്വദിച്ചുകൊണ്ടാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു 14 വർഷമായിട്ട്. അപ്പൊ ആ പോണ വഴിയിൽ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തനത്തിൽ മേഖലയിലേക്ക് വന്നു. അതേപോലെ തന്നെ കൃഷിയിലേക്ക് വന്നു. അതായത് ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളൊരു ആവേശം ഉള്ളിൽ കിടന്നു കാരണം കുറച്ച് സ്ഥലം പാട്ടത്തിന് കിട്ടിയപ്പോൾ അതെടുത്ത് ആ കൃഷിയിലേക്ക് വന്നു. അതൊരു 3 വർഷത്തേക്ക് കിട്ടിയ ആ 3 വർഷം ഭംഗിയായിട്ട് ചെയ്ത് 10-38 ഐറ്റം പച്ചക്കറികൾ നല്ല രീതിയിൽ ചെയ്ത് വാക്കിൽ ജൈവമല്ല, പ്രവൃത്തിയിൽ ജൈവം തന്നെയായിരുന്നു. അത് കഴിച്ചോർന്നത് അതിന്റെ അഭിപ്രായം നമുക്കത് ശരിക്കും അനുഭവിച്ചറിയായിരുന്നു. പാട്ടകാലാവധി കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. പക്ഷെ ആ കാലഘട്ടത്തിലാണ് എനിക്ക് ചെറിയൊരു പ്രശ്നം കിട്ടിയത്. നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ 100+% വർക്ക് ചെയ്യുന്ന കാരണം ഈ കൃഷി ചെയ്തപ്പോൾ ആ സമയത്ത് പണിയെടുക്കാൻ ആളുടെ കുറവ് കാരണം ചെറിയ അസുഖങ്ങളുണ്ടായ സമയത്ത് ഒരു കോൾഡ് വന്ന് ചുമ, പനി ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വകവയ്ക്കാതെ റെസ്റ്റ് എടുക്കാതെ പണിയെടുത്തു. ചുമ വലിയ ചുമയായി, അത് കഫത്തിന്റെ കളർ മാറി, വെള്ളം മാറി, പച്ചയായി, പിന്നെ മഞ്ഞ ഫാസ്റ്റായി. പിന്നെ ചുമ വിട്ടുമാറാണ്ടേ പെട്ടെന്ന് അത് ന്യൂമോണിയയിലേക്കും H1N1 എന്നൊക്കെ ആയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 3 ദിവസം ഹൃദയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് ആ 3 ദിവസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് വന്നത് ഏറ്റവും ആദ്യത്തെ ഞെട്ടിപ്പിക്കുന്ന സാധനം 32,000 ബില്ലാണ് 3 ദിവസം കൊണ്ട് വന്നത്. പിന്നെ എൻ്റെ ആരോഗ്യം ഏകദേശം പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുറച്ച് നാൾ കൂടി മരുന്ന് കഴിക്കണം. അപ്പോൾ ഞാൻ ചെന്ന വഴിക്ക് ഡോക്ടർ പറഞ്ഞിരുന്നു, ഈ എന്ത് ഗുളികയെന്ന് പറയാ, സ്റ്റിറോയിഡ് എടുക്കരുത്, ഒരു കിഡ്നി ഉള്ളൂ, ഉപദ്രവിക്കരുത് പറഞ്ഞു. ഡോക്ടർ ചിരിച്ചു, പക്ഷെ അത് കണ്ട് ചെയ്യാൻ പറ്റില്ല അലോപ്പതിയില്. അതെടുത്തു. അതോടെ ഒരു 5-8 മാസത്തോളം ഞാൻ എൻ്റെ പഴയ ആരോഗ്യത്തേക്ക് വരാൻ വളരെ പാടുപെട്ടു. അതിനുശേഷവും എനിക്ക് ശരിയായ വിശപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് വന്നിരുന്നില്ല. ഇവിടെ വരുമ്പോഴും വിശപ്പില്ല. ഇല്ല. അങ്ങനെ വന്ന് പിന്നെ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അതും വെച്ച് മുന്നോട്ട് പോകണം. എൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പിന്നെ വീണ്ടും ഒരു 2-3 മാസം മുന്നാണ് എനിക്ക് വീണ്ടും ചുമ തുടങ്ങിയത്. ചെറിയ തോതിൽ. അപ്പൊ നമ്മൾ അന്ന് തൊട്ടേ ആഗ്രഹിക്കുന്നുണ്ട് വരാനായിട്ട്. പക്ഷെ എൻ്റെ ഓട്ടങ്ങളുടെ കഴിയുമ്പോൾ ഒരു കേസ് കഴിയുമ്പോൾ അടുത്ത് കഴിഞ്ഞിട്ട് പോവാ അങ്ങനെ പോയി പഴയ സ്റ്റേജിലേക്ക് എത്തി ഞാൻ. എൻ്റെ ചുമ കൂടി, കഫം വന്നു, വീസിങ് വന്നു, പ്രശ്നം വന്നു. എനിക്ക് മനസ്സിലായി ഇനി തന്നെ വീണ്ടും ഡയറിക്ക് കൊണ്ടുപോകും, ഒത്തിരി കഷ്ടപ്പെടണം. അപ്പൊ ഞാൻ ഈ സീരിയസ് ആയതൊന്നും പറഞ്ഞില്ല വീട്ടില്. നേരെ ഡോക്ടറെ വിളിച്ചു. അന്ന് ഡോക്ടർ ഓക്കെ പറഞ്ഞു. ഞാൻ വന്നു, ഡോക്ടറെ കണ്ടുപോയി. അടുത്ത ദിവസം തന്നെ വന്ന് അഡ്മിറ്റായി. 14 ദിവസത്തേക്കാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് നാളിന് ശേഷം ഒരു ഇതെടുത്തു, മറ്റേ CT എടുത്തു. അപ്പൊ അതിൽ പറഞ്ഞു എൻ്റെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം
കൊളാപ്സായി. അത് ഇനി പോയി കൂട്ടിക്കോളൂ, ബാക്കിയുള്ള വെച്ച് നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ വിട്ടു. അപ്പോൾ ആ കേസ് വിട്ടു. പിന്നെ അങ്ങനെ വ്യായാമമൊക്കെ ഒഴിവാക്കിയതാണ്. പക്ഷെ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് ഇതൊക്കെ സംസാരിച്ചു വന്നപ്പോൾ ഇതൊക്കെ തിരിച്ചു വരാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷയായി, ഒരു എനർജി കയറി. അങ്ങനെ 14 ദിവസം പ്ലാൻ ചെയ്താൽ ഞാൻ വരണേ. അങ്ങനെ വന്ന് ഇവിടെ ആദ്യത്തെ ദിവസം ഞാൻ ഒരു പാത്രം നിറച്ച് ചോറുന്ന ആളാ. ആ ഒരു ചിരട്ട കമഴ്ത്തിയ പോലത്തെ ഒരു അളവ്, മറ്റേ തവിടുള്ള അരി, ആ അരി എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ആ ശീലമുണ്ട്. അതിനേക്കാൾ അധികം പച്ചക്കറി, ഒരു അവിയല്, രണ്ട് കറികളും ഒരു ചമ്മന്തിയായിട്ട് വന്നു. നല്ല ടേസ്റ്റ്. അത് സമയമുണ്ട്, അതുകൊണ്ട് ചവച്ചരച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ വിശപ്പ് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ അത് ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സും ചോദിക്കുന്നുണ്ട് വിശപ്പുണ്ടോ, ഇല്ല. അപ്പൊ അവര് വേഗത്തിൽ തന്നെ അടുത്തേക്ക് കടന്നു. അത് കഴിഞ്ഞ് ഫീലില്ലെങ്കിൽ കാരണം അടുത്തേക്ക് കടന്നു പറഞ്ഞു. അങ്ങനെ അത് ഫ്രൂട്ട്സിലേക്ക്, മിക്സർ ഫ്രൂട്ട്, സിംഗിൾ ഫ്രൂട്ടിലേക്ക് വന്നു. ജ്യൂസ് എത്തി. എനിക്ക് വിശപ്പില്ല. ഞാൻ വളരെ ഓക്കെയാണ്, എനിക്കൊരു ടെൻഷൻ തോന്നുന്നില്ല, എന്താ പറയുക, എനർജിയുടെ കുറവൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഫാസ്റ്റിങ്, അതായത് മിക്സർ ജ്യൂസ് മാറി കരിക്കിലേക്ക് എത്തി തൊട്ടടുത്ത ദിവസം. എന്നിട്ട് 8ാം ദിവസമാണ് എനിക്ക് ഫാസ്റ്റിങ്ങിലേക്ക് എത്തിയത്. ഞാൻ അവിടെ തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പട്ടിണിയുടെ രുചി അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അറിഞ്ഞുകൊണ്ട് ഉപവാസം എന്ന രീതി കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് ഉപവാസത്തിന് അവസരം കിട്ടി. എനിക്കറിയില്ല അവിടെ നിൽക്കുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് ഓക്കെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വന്നോളൂ, പറയുമ്പോൾ ഫേസിലുണ്ടാവില്ല നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത്. അപ്പോൾ അതെൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ അതിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ശരീരത്തിന് സൗകര്യമാണ്, നമ്മൾ ക്ഷമയോടെ ഉൾക്കൊണ്ടു നിൽക്കുകയാണെങ്കിൽ ഇവിടെ സൗകര്യമാണ് തരണേ, ആ ട്രീറ്റ്മെന്റ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ തയ്യാറായി. അങ്ങനെ ആ മൈൻഡ് മാത്രമായപ്പോൾ എനിക്ക് ആദ്യത്തെ ദിവസം ചെറിയൊരു വിശപ്പ് പറഞ്ഞോളൂ എനിക്ക് തോന്നി. അത് തോന്നണത് പിന്നെ എനിക്ക് വിശപ്പില്ലാതായി, പൂർണ്ണമായിട്ടും വിശപ്പില്ലാതായി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. സൗണ്ട് ഒന്ന് പിന്നാക്കാൻ പോയി എൻ്റെ, അതാണ് എനിക്ക് ആകണ്ടായിരുന്നത്. പിന്നെ ഓക്കെ, ഞാൻ ഇവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കും. പക്ഷെ കുറച്ചു എല്ലാവരും നടക്കാൻ മുമ്പൊക്കെ ഒന്ന് വലിയ കുറച്ചു, പക്ഷെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് എനിക്ക് തോന്നി, ഇങ്ങനെയാണെങ്കിൽ ജീവിതകാലം കൂടെ അങ്ങനെ പോവുകയാണെങ്കിൽ കാശ് കുറെ ലാഭമുണ്ട്. ഹരം പിടിച്ചു തുടങ്ങിയാണ്. അതിനിടയ്ക്ക് പിന്നെ അടുത്ത ഞായറാഴ്ച വന്നു. ആ ഞായറാഴ്ച കൂടെ സദ്യ, ഇവിടുത്തെ സദ്യയുടെ സ്പെഷ്യല് സദ്യ ആളെ നേരത്തിൽ വന്നു. അന്ന് എനിക്ക് അതിന് ഫോട്ടോ എടുക്കുന്ന വീഡിയോകളൊക്കെ ഉണ്ടായി. എനിക്കൊന്നും തോന്നിയില്ല. സദ്യ ഓക്കെ, കുഴപ്പമില്ല, വിശപ്പില്ല. നെക്സ്റ്റ് വീക്ക് ഞായറാഴ്ച ഇത് സദ്യ വരുമ്പോഴേക്കും അതിന്റെ തലേന്റെ തലേദിവസം ഞാൻ ഇത് ബ്രേക്ക് ചെയ്തു. 5ാം ദിവസം ഒരു 3 മണിയായപ്പോ എനിക്ക് എന്റെ പഴയ വിശപ്പ്, കൃത്യമായ വിശപ്പ് എനിക്ക് വന്നു. രോഗം ഉണ്ടായിരുന്ന വിശപ്പ്, എനിക്ക് സന്തോഷമായ വിശപ്പ് വന്നപ്പോ ഞാൻ അമൃത ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ വിശപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അന്നാ നമുക്ക് ജ്യൂസ് കുടിച്ച് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ അല്ല, ഇന്നുകൂടി വേണേ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് ഇത്ര ദിവസം പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ട് 5ാം ദിവസം വൈകിട്ട് ഞാൻ ബ്രേക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എങ്ങനെയാണ് അതിലേക്ക് എത്തി, അതുപോലെ തന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇന്നിപ്പോ സദ്യ, ഈ സദ്യ അടിച്ചു പൊളിച്ച് വയറ് നിറച്ച് കഴിച്ചിട്ട് അതിന്റെ ഒരു മന്ദപ്പിനും കൂടി ആയിരിക്കണേ, വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വരുന്ന സമയത്ത്. ഇപ്പൊ ഈ ഒരു ശ്വാസകോശം കുറച്ച് ഭാഗം അത് കൊളാപ്സ് ആയി എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? വലത്തെ കാൽമുട്ടിന് വേദന ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഒന്ന് പൈൽസിന്റെ ഒരു തുടക്കം. കുറച്ച് കാലം എന്നെ ഉപദ്രവിച്ചിരുന്നില്ല എങ്കിലും ആ തടിപ്പും അത് എന്റെ കുറച്ച് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗ്യാസിന്റെ അതായത് വയറ് വീർത്തിരിക്കുന്ന ഒരു പ്രതീതി, ദഹനത്തിന്റെ പ്രോബ്ലം, അത് ഈ കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു, നല്ലൊരു ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ആയപ്പോ അത് പിന്നെ യാത്രയിലൂടെ പറയാം, ഈ ബൈക്കിൽ പോകുമ്പോ സ്ഥിരമായിട്ട് ബൈക്ക് യാത്രയാണ് കൂടുതൽ. അങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്യണേ. ഇതൊക്കെ കഴിഞ്ഞു വന്നു. ഇപ്പൊ ഈ 5 ദിവസത്തെ കഴിഞ്ഞു വന്നപ്പോ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, ഇതിന്റെ കഫക്കെട്ട് ഇങ്ങനെ കുറയുന്നുണ്ടെങ്കിലും കഫം നിന്നിട്ടില്ല. അത് കാരണം അത്രയും ഇതിൽ കിടക്കുന്നതാണല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും അതിനേക്കാളപ്പുറത്ത് എനിക്ക് എന്റെ പൈൽസിന്റെ പ്രശ്നമാവുന്നു, ആ തടിപ്പൊക്കെ പോയി. അതെന്നെ ഞെട്ടിച്ച് ശരിക്കും പറഞ്ഞാല്. അത് വളരെ എന്താ പറയാ, ഒരു പ്രത്യേക ഒരു ഫീലാണ് എനിക്ക് തന്നത്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ഷോൾഡർ പെയിൻ, അതും കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. മുട്ടാണെങ്കിലും കുഴപ്പമില്ല, 99% കഴിഞ്ഞു തന്നെ പറയണം. ഗ്യാസിന്റെ അതൊക്കെ ഓക്കെ. അത് ഒരു വയറിന്റെ പ്രോബ്ലം ഒരു 3-4 ദിവസത്തിനുള്ളിൽ എനിക്ക് ഓക്കെയാണ്. ആ ഒരു ശരിക്കും റീൽസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഈ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവ് ആവും. തീർച്ചയായിട്ടും അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പറയാന്ന് പറഞ്ഞാല്, എനിക്ക് തോന്നിയ കാര്യം, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റുകൾ കണ്ടിട്ടുണ്ട്. അവിടെ വരുന്ന 10-15 സ്റ്റാഫുകളിൽ 1-2 പേരാണ് അവർ ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഹൃദയത്തിൽ നിന്നും സംസാരിക്കാൻ പറ്റുള്ളൂ. അവരുടെ സെറ്റപ്പ് അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഈ ജീവനത്തിൽ വന്ന സമയത്ത് എന്ന് പറഞ്ഞാല്, ഇവിടെ വന്നു കയറി ആദ്യത്തെ അറ്റ്മോസ്ഫിയറിൽ തന്നെ നമുക്കൊരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ അല്ല.
പിന്നെ ഇവിടുത്തെ ഓരോരുത്തരോട് ഇടപഴകുമ്പോൾ ഇവിടെ ഈ മുറ്റം ക്ലീൻ ചെയ്ത് ഞാൻ നോക്കുമ്പോൾ അതിലൊരു കല കാണാണ്ട് പഴയ കാലത്തെ പോലെ എല്ലാം ആസ്വദിക്കുന്നുണ്ട്. നമ്മൾ ഭംഗിയിൽ ചെയ്യണമെങ്കിൽ ആസ്വദിക്കുന്നുണ്ടാവണം. അവര് കണ്ടാൽ അവരും ചിരിക്കും. ഇപ്പോ അടുക്കളയിലുള്ളവരും ചിരിക്കും, മറ്റേ ഡോക്ടർമാരാണെങ്കിലും തെറാപ്പിസ്റ്റുകളാണെങ്കിലും എല്ലാവരും ചിരിക്കും. ഇപ്പൊ മീഡിയയിലത്തെ കുട്ടികളാണെങ്കിലും ശരി, എല്ലാവരും ചിരിക്കും. ആ ചിരി നമുക്ക് എന്ത് മുഖത്ത് മുഖം ആക്കി ചിരിക്കാം, പക്ഷെ ആ ചിരിക്ക് ജീവൻ ഉണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ ഓരോരുത്തർ ചിരി ഹൃദയത്തിൽ നിന്ന് വരുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ മരുന്ന് എനിക്ക് തോന്നുന്നു. വാസ്തവാണ്. ചികിത്സ കരുണയുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുമ്പോ ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും ഒപ്പം തന്നെ ഇൻമേറ്റ്സ് ഇവിടെ മാറാൻ വേണ്ടി വരുന്ന ആളുകളും ചേർന്നൊരു റിലേഷൻ വരുന്നുണ്ട്. ഞാനും അങ്ങനെ പെട്ടെന്ന് കൂട്ടത്തിൽ കൂടാത്ത ആളാ. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ തന്നെയാണ്, ഫുൾ ഓപ്പൺ. കാരണം കൂടാത്ത ചേർന്നുണ്ടല്ലോ നമ്മളവിടെ അവർക്ക് ചേർന്നതാവോ ആ ഒരു സങ്കോചം എന്നും എനിക്കുണ്ട്. പക്ഷെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നെ എനിക്കറിയില്ല, ഞാൻ എന്നെ ചളീന്നാ വിളിക്കുക, അത് കഴിഞ്ഞിട്ടൊന്നും പറയാനില്ല. അങ്ങനെ ഇടപെടുന്നതാണ് ഇവിടെ. ഓരോരുത്തരും പല പ്രായത്തിലുള്ള പെൺകുട്ടികളുണ്ട്, കാരണന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, പല പ്രായത്തിലുള്ള. നമുക്ക് എല്ലാവരോടും നമ്മുടേതായ ഒരു റിലേഷൻ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഹൃദയത്തിൽ നിന്നാണ്. അത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഓരോരുത്തരും ഓരോ ദിവസം പോകുമ്പോഴോ പുതിയ ആൾക്കാർ വരുമ്പോ പഴയ ആൾക്കാർ തന്നെ പോകുന്നുണ്ട്, വന്നും പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ജീവൻ അങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. പുഴ പോലെയാണ്. പുതിയ വേദനയായിട്ട് പുതിയ ആൾക്കാർ വരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളാരും നമ്മുടെ കുടുംബത്ത് വേസ്റ്റ് സമ്മതിക്കില്ലല്ലോ. പക്ഷെ ഇവിടെ ജീവനത്തിൽ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ മാനസിക വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് പോകുന്ന പറയണേ. അപ്പൊ അതൊരു വലിയൊരു പുണ്യല്ലേ. എനിക്കത് വലിയൊരു സന്തോഷമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ജീവനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ. മനസ്സിലെ വേസ്റ്റുകളും ശരീരത്തിലെ വേസ്റ്റുകളും ഒക്കെ ജീവനത്തില് തള്ളിയിട്ടാണ് ഓരോരുത്തരും പുറത്തു പോകേണ്ടത്. ഞാനും അങ്ങനെ തന്നെയാണ്. അധികം ഇല്ലെങ്കിലും പക്ഷെ കുറച്ചൊക്കെ എനിക്കുണ്ടാവുമല്ലോ. അത് ഞാൻ ഇങ്ങനത്തെ മേഖല പ്രവർത്തിക്കുന്നതാണ്. കുറെ ആൾക്കാർ കേൾക്കുന്നതുകൊണ്ടും കുറെ ഒക്കെ സ്വയം ശുദ്ധീകരിക്കാനും എനിക്ക് കഴിഞ്ഞിരുന്നു. അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, എൻ്റെ കഴിവൊന്നുമല്ല, ഭാഗ്യമാണ്. നമ്മള് പഠിക്കാത്ത മേഖലയിലാണ് ഇങ്ങനെ നമുക്ക് ഓരോ സാഹചര്യം ഒരുക്കി തരുന്നുണ്ട്. അതിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാന്ന് പറഞ്ഞാല് ജീവനം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു യൂണിറ്റ്, ആ പേര് തന്നെ ഭയങ്കരമാണ്. നമ്മള് ജീവിതത്തിലത്തെ ഒരു കഷ്ടപ്പാട് കൊണ്ട് വന്നിട്ട് അതിവിടെ ഇറക്കി വെച്ച് പുതിയൊരു ജീവിതം കൊണ്ടാ പോണേ. എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷിക്കാതെ വന്ന സമയം ഒക്കെ വളരെ കണക്ക്. ഒരു വർഷത്തിന്റെ അവസാനത്തിലും പുതുവർഷത്തിന്റെ ആദ്യത്തിലും ഇവിടെ നിൽക്കാനും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവസരം ഉണ്ടാവണേ. അതുവരെയൊക്കെ നമ്മൾ കൂട്ടുകാരപ്പ ന്യൂ ഇയർ ആഘോഷിക്കുന്ന കൂട്ടുകാരപ്പായിരിക്കും, ചാടി പറഞ്ഞ് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് എനിക്കൊരു പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാനായിട്ട് ഒരു വേറെ എനർജിയും കൂടിയാണ് കിട്ടിയത്. അതൊന്നും പ്ലാൻഡ് അല്ല. ചില കാര്യങ്ങൾ ജീവിതത്തിൽ പ്ലാൻ ചെയ്യാതെ നന്നായി സംഭവിക്കുന്ന അറിയില്ലേ. എന്നെ സംബന്ധിച്ച് അത് വളരെ നന്നായിട്ട് തോന്നി. പിന്നെ വേറൊന്നും പറയാനുള്ളത്, ജീവൻ ഇവിടെ ഒതുങ്ങാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ജീവനത്തിന്റെ പ്രവർത്തനം ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങേണ്ടതല്ല. കാരണം ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ആവശ്യങ്ങളുണ്ട്. ഇതിന്റെ ജീവിതശൈലി രോഗങ്ങളുടെ കലവറയാണെന്ന് ലോകം മുഴുവൻ. അപ്പൊ അതിന് ജീവനത്തിന്റെ ശാഖകളും മറ്റൊക്കെ ആയിട്ട് ഇവിടുത്തെ എല്ലാ ഡോക്ടർമാരും ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഏരിയയിലേക്ക് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിൽ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഡോക്ടർ മുന്നിലുണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഇനി ഒരു ഇതും കൂടി ഉള്ളത്, കഫമാണ് നമ്മുടെ പ്രധാന പ്രശ്നമായത്. ന്യൂമോണിയയുടെ ഒരു തുടർച്ച ഇനിയും റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. അതിന്റെ ടെൻഷൻ ഇപ്പൊ എത്രത്തോളം ഉണ്ട്? ഇല്ല, എനിക്ക് പൂർണ്ണ ധൈര്യമാണ്. കാരണം ഇപ്പൊ എന്നോട് അമൃത ഡോക്ടർ പറഞ്ഞത്, സാറ് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ, അതായത് സീറ്റ് ഒന്നും എടുത്ത് നോക്കിക്കോ. അപ്പോ അമൃത ഡോക്ടറും പറഞ്ഞു, മറ്റേ യോഗശ്രീ ഡോക്ടറും പറഞ്ഞു സീറ്റ് എടുത്ത് നോക്കിക്കോ മാറ്റണം. അപ്പൊ അത് അവർ അത്ര കോൺഫിഡന്റ് പറയുമ്പോ അവർ പറഞ്ഞേക്കാൾ എത്ര ഇരട്ടിയാണ് എനിക്ക് കിട്ടണേ. പിന്നെ പ്രാണായാമം പോലെ യോഗ പോലുള്ളതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ക്രൈസ് ഉള്ളതാണ്. അപ്പൊ എനിക്കത് കൂടുതൽ എനിക്ക് ഇവിടെ 9 തവണ ചെയ്യാൻ പറയുമ്പോ എനിക്ക് 3-4 തവണ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അത്രയും കപ്പാസിറ്റി എത്തിയിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇനിയും കൂട്ടാൻ പറ്റും എനിക്കറിയാം. അപ്പൊ അത്രയും നന്നായി ചെയ്യാൻ പറ്റുമ്പോ അത് കറക്റ്റ് ചെയ്ത് പറ്റും എനിക്ക് നല്ല ഗ്യാരണ്ടിയാണ്. ഇവിടെ വരുന്ന സമയത്ത് ഇപ്പൊ കഫം എന്ന് പറയുന്നത് ഒരു ഗ്രീനിഷ് കളറിലൊക്കെ എത്തിയിട്ട് തന്നെയാ, യെല്ലോ ആയിരുന്നു. ഇവിടെ ഗ്രീനും കടന്നിരുന്നു. അല്ല, ഗ്രീനാണ് കൂടുതൽ. അപ്പൊ അതിന്റെ ഒരു പോക്ക് എങ്ങനെയായിരുന്നു നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം? എനിക്ക് ഇവിടെ ആദ്യത്തെ കുറച്ച് ചുമ തന്നെയായിരുന്നു. ഓരോ ചുമയ്ക്കും നല്ലൊരു ക്വാണ്ടിറ്റി കഫാണ് പോയി പറഞ്ഞത്. അതിന് ഇവിടെ നിന്നുള്ള ട്രീറ്റ്മെന്റ് ചൂട് പല രീതിയിൽ തന്നിരുന്നു. മഞ്ഞൾ വെള്ളം ഉപയോഗിച്ചു, അങ്ങനെ പല രീതിയിൽ തന്നിരുന്നു. പിന്നെ ഈ ഭക്ഷണങ്ങളുടെ ഒരു ക്രമീകരണം വന്നപ്പോ തന്നെ കഫത്തിന്റെ അളവ് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയതായിട്ട് ഉണ്ടാകുന്നതിന്റെ കുറയുന്ന തോന്നുന്നു. പിന്നെ പഴയത് പോയി തീരുന്നവരെ നല്ല കഫം തന്നെയായിരുന്നു. ഓരോ ചുമയിലും നല്ല ക്വാണ്ടിറ്റി ആയിരുന്നേ. നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു രോഗമല്ല, രോഗശമനമാണ് നടക്കുന്നത് നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓരോ തവണ കഴിയുമ്പോഴും ദിവസങ്ങൾ കഴിയുമ്പോൾ ചുമയുടെ എണ്ണം കുറയണു, അതുപോലെ കട്ടി കുറയുന്നു.
പിന്നെ ഇവിടെ ചെയ്യുന്ന അതും കൂടി ഉണ്ട്, ജലനേതി ചെയ്യുന്നത്, കാലത്ത് യോഗ ജലനേതി, അത് വളരെ എഫക്റ്റീവാണ്. അപ്പൊ അത് മുന്നേ പരിചയമുള്ളതാണ്, ശരി. പലവണ്ണം ചെയ്യിക്കാറുണ്ട്. പക്ഷെ എനിക്കത് ചെയ്തിട്ട് വളരെ ഉപകാരമായി കാണുന്നത് ഇവിടെ വന്നിട്ട്. നമ്മളൊക്കെ ബാക്കിയുള്ളവർക്ക് ഗുണം ചെയ്യിപ്പിക്കുക എന്നല്ലാതെ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ചെയ്ത് ഗുണപ്പെടുക എന്നുള്ളത് വളരെ ചിന്ത കുറച്ച് കുറവായിരുന്നു. അതൊക്കെ ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റി. ഞാൻ ഓക്കെയാണ്, 100% ഓക്കെയാണ്. വളരെ ത്രില്ഡാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇറങ്ങുന്നത്. അത് മതി. ജീവിതത്തിൽ ഇറങ്ങുന്നത് വളരെ ത്രില്ലായിട്ടാണ്. അജി സാർ ഒരു സാമൂഹ്യ സേവനം ഉള്ളിൽ ഇങ്ങനെ നിറച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഇനി ഇത് ഈ ഒരു പ്രകൃതി ചികിത്സയുടെ സന്ദേശം കൂടി സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ഇടവരട്ടെ. സ്വന്തം ജീവിതത്തിൽ അത് ആവോളം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ എല്ലാ കാലത്തും സാധിക്കട്ടെ. തീർച്ചയായിട്ടും സന്തോഷം. സന്തോഷം. നന്ദി.